ഹായ് ഫ്രണ്ട്സ്, അജിന്തി പ്രസാദ് ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായി മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല മഴയായിരുന്നു. ഇറങ്ങണേക്കാളും തൊട്ട് മുമ്പ് നല്ല കാറ്റും മഴയായിരുന്നു. ഇറങ്ങിയപ്പോഴോ ഒരു തരി മഴ പോലും ഇല്ലാത്ത അങ്ങനെ മഴയൊന്നും ഇല്ലാണ്ട് മഴ കൊള്ളല്ലേ മഴ പെയ്യല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാ മാസവും പോവാറുള്ള പോലെ തന്നെ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോ വർത്തമാനമൊക്കെ പറയും, മഴയുണ്ടായിരുന്നു, ഇതേ ഇവിടെ മഴയുണ്ട്, വെള്ളക്കെട്ടാണ്, വെള്ളം കയറിയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മഴക്കാരും മഴത്തുള്ളികളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും മഴയില്ലാതെ നമുക്ക് വരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ പാടം ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. കണ്ടോ, മഴക്കാരി ഇടയ്ക്ക് വരും, പാടം ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞിങ്ങനെ നിൽക്കുന്ന അവസ്ഥയാണ് കേട്ടോ. എങ്കിലും ഞങ്ങൾക്ക് മഴയൊന്നും വലിയ കാര്യമായിട്ട് മഴയൊന്നും കൊള്ളാണ്ട് അങ്ങോട്ട് രക്ഷപ്പെടാൻ പറ്റി. റോട്ടിൽ കൂടെ നന്നായിട്ട് വെള്ളം പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. കുറേ നേരം, ഒരു രാവിലെ തൊട്ട് മഴ പെയ്യാതെ നിന്നതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ആയത്. ഈ കുറച്ച് നേരത്തെ ഇവിടേക്ക് മഴ ചാറിയിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ തൃപ്രയാർക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. കണ്ടോ, വഴിവക്കിലൊക്കെ ആൾക്കാരൊക്കെ നിന്ന് ചൂണ്ടയിടുന്നു, ഫാമിലിയായിട്ട് നിന്ന് വെള്ളം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതൊക്കെ കാണുന്നു. നമുക്ക് തിരക്കുള്ളത് കൊണ്ട് നമ്മൾ പോകുന്നു. കുട്ടികളും എല്ലാവരും ഇങ്ങനെ ചുറ്റിനിങ്ങനെ നിന്ന്, പിന്നെ ഇവിടെ നിന്ന് അറിയാലോ നല്ലൊരു ഷാപ്പുണ്ട്, ആ ഷാപ്പിലെ കറിയൊക്കെ കഴിച്ചിങ്ങനെ നിൽക്കുകയും ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും എല്ലാവരും കേട്ടോ. അപ്പം ഞങ്ങളൊക്കെ അതൊക്കെ കണ്ട് നമ്മളൊക്കെ ഇങ്ങനെ പോകുന്നു. നമ്മൾ മഴക്കാരും മഴയും മേഘവും പച്ചയും പാടവും പുല്ലുകളും ഒക്കെ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. യാത്ര ചെയ്യാനും ഒരു രസമുണ്ട്. നമ്മളങ്ങനെ സത്യം പറഞ്ഞാൽ വേഗം ഒന്ന് മഴ തിരിച്ചു വരുമ്പോൾ മഴ പിന്നെയും കിട്ടിയാലും നമുക്ക് കുഴപ്പമില്ല. പോകുമ്പോൾ മഴയും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ എങ്ങനെയായാലും ഒരു വിഷമാണല്ലേ. അപ്പോൾ മഴ പെയ്യല്ലേ എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു യാത്രയാണ് കേട്ടോ. ഞങ്ങൾ ഈ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് വന്നതാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുണ്ട്. ഇവിടെ വിളക്കൊക്കെ കൊളുത്തി അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. സന്ധ്യയ്ക്കാണ് എത്തിയത്. വെടിവഴിപാട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയൊക്കെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചു. ഞാൻ എപ്പോഴും വരണ ഒരു അമ്പലമായതുകൊണ്ട് അങ്ങനെ വീഡിയോ ഒന്നും ഞാൻ എടുക്കാറില്ല. ഇപ്പോൾ ഉണ്ടാകുമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാം എന്നൊക്കെ വിചാരിച്ചു. വഴിപാട് ഇങ്ങനെ നടക്കാം. അങ്ങനെ നമുക്ക് തിരിച്ചിപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ്. അവണിങ്ങാട്ടിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഞാവണങ്ങാട്ടിലൊക്കെ തൊഴുതു. ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു ഭംഗിയൊക്കെ കണ്ടപ്പോൾ ഒരു ഉത്സവ പ്രതീതിയാണല്ലോ രാമായണ മാസം എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇപ്പോഴാണൊന്നും തൊഴാനായിട്ട് എത്തിയത്. ഇന്നും അപ്പോൾ അതൊന്ന് തൊഴുതു കഴിഞ്ഞു എത്തി. അയ്യപ്പനാണ് കേട്ടോ. അയ്യപ്പനെ ശാസ്താവിന് തൊഴാണ്. നമ്മുടെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ അമൃത് കലശവും കൈ പിടിച്ചിരിക്കുന്ന ശാസ്താവാണ്. രോഗദുരിതങ്ങൾക്ക് അറുതി വരുത്തുന്ന ശാസ്താവാണ്. ഏത് ബുക്ക് സ്റ്റോൾ കണ്ടാലും അവിടെ കയറുക എന്നുള്ളതൊരു ഞങ്ങളുടെ ഒരു ഹോബിയാണ്. ബുക്സുകൾ നമുക്ക് ഇഷ്ടമാണ്. ഒരുപാട് ബുക്കുകൾ ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ കൂടുതലും കുറേ ബുക്കുകളുണ്ട്. അതും ഭക്തി ലഹരിയിൽ നിറഞ്ഞ ബുക്കുകളാണ്. ഭക്തി ലഹരിയാണിത്. അങ്ങനെ ഭക്തി ലഹരിയിൽ നിറഞ്ഞ ഒരുപാട് ബുക്സുകൾ നോക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കാം. അങ്ങനെ എവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ലക്ഷ്മിയിൽ പോയിട്ട് ഫുഡ് മേടിക്കാണ്ടിരിക്കില്ലല്ലോ. ഒരു മസാല ദോശയെങ്കിലും കഴിക്കേണ്ടത്. ഇങ്ങനെയാണല്ലേ തൃപ്രയാർന്ന് വരാം. അപ്പോൾ ലക്ഷ്മിയിൽ പോയി ഞങ്ങൾ നല്ല മസാല ദോശയും വടയും ഒക്കെ കഴിച്ചു കേട്ടോ. ഒറ്റ തിരക്കുണ്ടായിരുന്നില്ല അമ്പലത്തിൽ തിരക്കൊക്കെ സാധാരണ ഒരു ദിവസത്തേക്ക് പോലെ തന്നെ നല്ല ശുഭമായിട്ട് തൊഴുത് പ്രാർത്ഥിച്ച് നല്ല മസാല ദോശയൊക്കെ കഴിക്കാനൊക്കെ സാധിച്ചു കേട്ടോ. പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് വന്ന് അമ്പലത്തിൽ കയറി കഴിഞ്ഞ് ഒരു മസാല ദോശ ഇല്ലാണ്ട് എങ്ങനെയല്ലേ ഏത് അമ്പലത്തിൽ പോയാലും അല്ലേ. എനിക്ക് വേണട്ടോ ഒരു മസാല ദോശയൊക്കെ കഴിക്കാനും ഒരു ചായയൊക്കെ കുടിക്കാനും. പിന്നെ ഉണ്ടായ ആ ക്ഷീണമൊക്കെ അങ്ങോട്ട് മാറി. നല്ല അടിപൊളി മസാല ദോശയായിരുന്നു. നല്ല ടേസ്റ്റി മസാല ദോശ. മസാല ദോശയൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് നമ്മൾ വരുമ്പോഴും കണ്ടു, തിരക്ക് പിടിച്ച് വരുന്ന സമയത്ത് ഷൂട്ട് ചെയ്യാനൊന്നും സാധിക്കില്ലല്ലോ. അങ്ങനെ ആ നല്ല അലങ്കാരങ്ങളും നന്നായിട്ട് അറേഞ്ച്മെൻറ്റ്സും ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ രാമായണ മാസം കർക്കിടക മാസം ആചാരണത്തിന് വേണ്ടിയിട്ട് നാലമ്പല ദർശനത്തിനായിട്ട് ഇഷ്ടംപോലെ ജനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇപ്പോൾ ഇത്തിരി കുറഞ്ഞു തുടങ്ങി. കാരണം ഇനി ഒരാഴ്ചയും കൂടിയല്ലേ ഉള്ളൂ. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ അവിടെ എല്ലാവിടെയും കണ്ടു നടക്കാൻ.
അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചെത്തി. കുറച്ച് മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചിട്ടായി. പൊട്ട് ഊരിച്ചു കേട്ടോ. ഞാൻ വന്ന വഴിക്കാനും പൊട്ടൊക്കെ ഒന്ന് ഊരിച്ചു. കുറച്ച് ബുക്സ് ഒക്കെ വാങ്ങിച്ചു. കുറച്ച് ഗംഭീര പർച്ചേസ് തന്നെ ഇപ്രാവശ്യം ചെയ്തു കേട്ടോ. കുറെ നാളെ ബുക്സ് ഒക്കെ മേടിച്ചിട്ട്. അപ്പൊ കുണ്ടലിനി രഹസ്യം എം ദേവരാജന്റെ ഒരു ബുക്ക് മേടിച്ചിട്ടുണ്ട്. നല്ല ബുക്കാണ്. പിന്നെ അതുപോലെ ദ മാജിക് ഓഫ് ദ ലോസ്റ്റ് ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഒന്ന് വായിക്കാനായിട്ട്. പിന്നെ ഇതൊക്കെ കുട്ടികൾക്ക് വാങ്ങിച്ചതാണ്. തക്കൂന്റെ നാണിക്കൊക്കെ വാങ്ങിച്ചതാണ് ഇതൊക്കെ. രാമായണം, മിത്തോളജി, പിന്നെ കർണൻ, അതൊക്കെ അവർക്കൊക്കെ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പം അങ്ങനെ ബുക്സ് കുറച്ച് നാളെ ബുക്സ് ഒക്കെ മേടിച്ചിട്ട് അപ്പൊ അവിടെ കണ്ട ബുക്കുകളാണ് കൂടുതലുണ്ടായിരുന്നത്. പിന്നെ നമ്മള് ഇത് കുറച്ച് നാളായി ഞാൻ മേടിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് നമ്മുടെ ഇതിനുള്ളില് കുന്തിരി, അത് നമ്മുടെ എന്താന്ന് പറയട്ടാ, മറ്റേ സാധനത്തിന് വരുന്ന കുന്തിരിക്ക അല്ല, മറ്റേ സാധനല്ലേ ദശാങ്കൊക്കെ പുകയ്ക്കാനുള്ള സാധനങ്ങൾ. അതിന് വേറെ ദശാങ്കല്ല, മറ്റേ പേര് വിട്ടുപോയി ഞാൻ, അല്ലെങ്കിൽ പേരൊക്കെ മറന്നുപോയി. അപ്പൊ അതാണ് ഈ സംഭവം കേട്ടോ. അപ്പൊ ഇത് അടിപൊളി സാധനം കേട്ടോ. 100 രൂപയ്ക്ക് ഇത് എനിക്ക് ഭയങ്കരമായിട്ട് വെർത്തായിട്ട് തോന്നി, നല്ലതാണ്. അപ്പൊ ഞാൻ അതങ്ങ് മേടിച്ചു. വല്ലാണ്ട് പണിയൊന്നും എടുക്കണ്ട, കുറച്ചൊക്കെ എടുത്താൽ മതി. ഇപ്പൊ നല്ലതാണിത്. പിന്നെ കുറേ നാളായി ഞാനിങ്ങനെ വിചാരിക്കണം, എനിക്ക് ഒരു നമ്മളെ എന്താ പറയാ താളിയോല പോലത്തെ സംഭവങ്ങളൊക്കെ കയ്യിൽ വേണം. ഞങ്ങളുടെ അടുത്ത് ഇല്ല, താളിയോല ഇല്ല. ഇത് ശരിക്കും ഒറിജിനൽ താളിയോലയല്ല, നമുക്ക് ഇപ്പൊ കിട്ടാനില്ലല്ലോ. എഴുതാണിക്ക് ഉപയോഗിച്ച് വെച്ച താളിയോല. ഇത് ഇപ്പോഴത്തെ മോഡലായിട്ടുള്ള താളിയോലയാണ്. നമ്മളുടെ ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്ര താളിയോല കേട്ടോ. അത് എടുക്കാനും അഴിക്കാനും വായിക്കാനൊക്കെ ഒരു ഇതുണ്ട്. അതിനനുസരിച്ചാണ് നമ്മൾ ശ്രീ വിഷ്ണു സഹസ്രനാമ താളിയോല. ഇതാണ് ശ്രീ വിഷ്ണു സഹസ്രനാമ കേട്ടാ. അപ്പൊ അതാണ് ഞാൻ ഇപ്പൊ മേടിച്ചത്. ഇനി ഓരോന്നോരോന്നായിട്ട് മേടിക്കും. നമുക്ക് വിഷ്ണു സഹസ്രനാമ, ലളിത സഹസ്രനാമ, ഇങ്ങനെയാണ് നമുക്ക് വായിക്കേണ്ടത്. അപ്പൊ അത് വായിക്കാനൊക്കെ ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നീക്കി വെച്ച് അതിനൊക്കെ ഇങ്ങനെ വായിക്കാൻ അങ്ങനെ കുറെ ഉണ്ട്. അപ്പൊ അതിൻ്റെ ഇതൊക്കെ നോക്കിയും കണ്ടൊക്കെ വേണം വായിക്കാൻ. ഇതൊക്കെ പഠിക്കണം നമുക്ക്. ഇതിങ്ങനെ നീക്കി വെക്കണം, അത് കുറച്ച് ലൂസാക്കണം, എന്നിട്ട് നീക്കി വെക്കണം. അപ്പൊ അത് എടുക്കാനും പിടിക്കാനൊക്കെ കുറച്ച് പാടാണ്. എന്തായാലും നമ്മളത് കണ്ടപ്പോ കുറേ നാളായി ഞാനിത് വേണം എന്ന് വിചാരിക്കണം. അപ്പൊ അത് കിട്ടിയപ്പോ ഞാനങ്ങ് മേടിച്ചു കേട്ടോ. അപ്പൊ അത് സന്തോഷായി. അത് തന്നെ ഒരു വലിയൊരു സംഭവമായിട്ട് തന്നെയാണ് എനിക്ക്. ഭഗവാന്റെ ഇതിന്റെ അകത്ത് തന്നെ വെക്കണം. നമുക്കിത് ഈർപ്പം കെട്ടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എടുത്തു വായിക്കാനൊന്നും പറ്റില്ല, നമുക്ക് കണി വെക്കാനും അങ്ങനെയൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈർപ്പം ഇത് സൂക്ഷിച്ചു വെക്കുക, കുറെ കാലത്തേക്ക് ഇരിക്കും. പിന്നെ നമ്മള് എപ്പോഴും നമ്മൾ തൃപ്രയാർ പോയി കഴിഞ്ഞാൽ വാങ്ങിക്കുന്ന സാധനമാണ് തോർത്ത് എന്ന് പറയുന്നത്. തൃപ്രയാറിന്റെ തൊട്ടടുത്തുള്ള ചേട്ടന്റെ പേര് മറന്നു. ഞാൻ ഒരുപാട് തവണ എന്റെ തൃപ്രയാർ അമ്പലത്തിൽ പോയ ഇത് വീഡിയോ കാണുമ്പോഴൊക്കെ എല്ലാവർക്കും അറിയാം. ചേട്ടന്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അരിവൊക്കെ അടിച്ചു തരും ചേട്ടൻ. അരിവൊക്കെ അടിച്ച് നല്ല നീറ്റാക്കിയിട്ട് അരിവ് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് സുഖമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നല്ലതാണ് കേട്ടോ. ഈ നല്ല തോർത്താണ്. 70 രൂപയാണ് കേട്ടോ. ഒരു തോർത്തിന്റെ വില പറയുന്നത് 70 രൂപയാണ്. അപ്പൊ അത് മേടിച്ചു. പിന്നെ നമ്മുടെ ലക്ഷ്മി, തൃപ്രയാർ പോയി കഴിഞ്ഞാൽ ലക്ഷ്മിയിൽ കയറി മസാല ദോശ കഴിക്കാൻ നമ്മൾ വരത്തില്ലല്ലോ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ അവിടെ ചെന്നപ്പോ നമ്മള് ഇത് താമരയുടെ തണ്ട് ഉള്ളതാണ്. ഇത് വറുത്തിട്ട് കഴിക്കാം. അതുപോലെ പയറ് വാങ്ങിച്ചു. അത് കഴിഞ്ഞു നമ്മൾ വേറെ മേടിച്ചു. ഇത് കൊണ്ടാട്ട മുളക്, നമ്പീഷൻസ്. അപ്പൊ ലക്ഷ്മിയിലത്തെ നമ്പീഷൻ അത് നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് കുറച്ച് ഉപ്പ് ജാസ്തിയാണ് ഇവർക്ക്, കുറച്ച് ഉപ്പ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഉപ്പ് ഇത്തിരി കൂടുതലായിരിക്കും, അല്ലാതെ വേറെ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ്. അപ്പൊ അതാണ് വാങ്ങിച്ചിരിക്കണത്. അപ്പൊ ഗംഭീര പർച്ചേസ് ചെയ്തു കുറെ നാൾക്ക് ശേഷം. അപ്പോ ഇനി എന്താ പറയാ, ഇനി ഇതൊക്കെയാണ് കേട്ടോ ഞാനിന്ന് വാങ്ങിച്ച കാര്യങ്ങളും ഒക്കെ. ഈ വീഡിയോ ഇങ്ങനെയൊക്കെയാണ് വീഡിയോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് എല്ലാവർക്കും രാത്രിയായി, 8 മണിയായി ഞാൻ വീട്ടിലെത്തിയപ്പോ. അപ്പൊ അജന്തി പ്രസാദ് ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ.